ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ഞാൻ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് പഠിക്കുകയാണ്. എനിക്ക് ഇന്ന് ഫിസിക്സിൻ്റെ എക്സാം ആണെന്ന് പറഞ്ഞിട്ട് രാത്രി ഒരു ഷോർട്സ് ഇട്ടു. അപ്പം അതിന് റിപ്ലൈ ആയിട്ട് അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എക്സാം എഴുതിയിട്ട് വന്നിട്ട് റിവ്യൂ ഇടണേന്ന്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ ഇടുന്നത്. എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ വെർനിയർ കാലിപ്പറും അതുപോലെ ഈ നമ്മുടെ കോൺവെക്സ് മിററും ലെൻസുമാണ്. അത് രണ്ടും എളുപ്പമുള്ളതാണ് അത്യാവശ്യം. വെർനിയർ കാലിപ്പർ ആണെങ്കിൽ അതിനകത്ത് ലീസ്റ്റ് കൗണ്ടൊക്കെ കണ്ടുപിടിക്കാനേ ഉള്ളൂ, പ്രിൻസിപ്പളായിട്ടും ഒക്കെ എഴുതാൻ. അപ്പോൾ തുടക്കം തൊട്ടുള്ളൊരു സീൻ ഞാൻ പറയാം. ആദ്യം നമ്മൾ ചെന്ന് കയറി നമ്മുടെ റെക്കോർഡ് വെക്കും, എന്നിട്ട് സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കുറേ കമത്തി വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് നമുക്കിഷ്ടമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കാണത്തില്ല, കമത്തി വെച്ചേക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചൂസ് ചെയ്ത് ഇങ്ങെടുക്കും. എന്നിട്ട് നമ്മളത് ആ സാറിൻ്റെ കൊണ്ട് കാണിക്കുമ്പം ആ സാർ എക്സ്റ്റേണൽ എക്സാമിനർ എഴുതി വെക്കും എന്താണ് നമുക്ക് കിട്ടിയെന്നുള്ളത്, നമ്മുടെ രജിസ്റ്റർ നമ്പറും. എന്നിട്ട് നമ്മൾ ആദ്യം പോയി അതിൻ്റെ എയിം, പ്രിൻസിപ്പിൾ, പിന്നെ ഒബ്സർവേഷൻ്റെ ആ ടാബുലാർ കോളം, കാൽക്കുലേഷൻ, റിസൾട്ട്, ഇത് ഇത്രയും എഴുതാനുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം എഴുതി വെക്കണം. പിന്നെ കാൽക്കുലേഷനൊക്കെ പിന്നെ ചെയ്താൽ മതി. എന്നിട്ട് അത് കൊണ്ടുപോയി സാറിനെ കാണിക്കണം. എന്നിട്ട് ടിക്ക് മേടിക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ സാർ ടിക്ക് തരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. രണ്ടെണ്ണത്തിൻ്റെയും എഴുതി കൊണ്ട് കാണിക്കണം. എന്നിട്ട് ചെയ്തു തുടങ്ങിയിട്ട് ഒരെണ്ണം കിട്ടി കഴിയുമ്പം വീണ്ടും കൊണ്ട് കാണിക്കണം. അത് കറക്റ്റ് ആണെങ്കിൽ ചെക്ക് ചെയ്ത് തരും. മാർക്കൊന്നും ഇട്ടിട്ടില്ല, കറക്റ്റ് ആണെങ്കിൽ ചെക്ക് ചെയ്ത് തരും. ഇല്ലെങ്കിൽ മൈനസ് എത്ര മാർക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതും കൊണ്ട് അതുപോലെ കാണിക്കും. നമ്മൾ പിന്നെ അത് ടോയിൻ വെച്ച് കെട്ടിയിട്ട് നേരെ കൊണ്ടുപോയി കാണിച്ച് കൊടുത്തിട്ട് വൈവ ജസ്റ്റ് ഒന്ന് ചോദിക്കുക. എൻ്റെ അടുത്ത് വൈവ ചോദിച്ചാൽ ലീസ്റ്റ് കൗണ്ട് എന്തുവാന്നോ, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട്, പിന്നെ നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്ന സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്താണ് എന്ന് ചോദിച്ചു. വേറെ ഒന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല. പിന്നെ നമ്മൾ ഈ ടെൻഷൻ അടിക്കുന്ന അത്ര ഒരു കാര്യമില്ല, എളുപ്പമാണ്. നമ്മൾ ഈ പഠിച്ചുകൊണ്ടങ്ങ് പോയച്ചാൽ മതി. ഇത് അതുപോലെ എഴുതുക. പിന്നെ ആകപ്പാടെ വ്യത്യാസമുള്ളത് കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. ചില സമയത്ത് കാൽക്കുലേഷൻ വ്യത്യാസം വരും. പിന്നെ ലാസ്റ്റ് റെക്കോർഡ് കുത്തി കുഴിച്ച് തന്ന് നമുക്ക് തന്നെ തിരിച്ചു വിടും. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്